എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണ ഒരു മാറ്റർ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. കാരണം കഴിഞ്ഞ ആഴ്ച ഞാനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തായിരുന്നു. എനിക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ചെറിയൊരു ഫ്ലക്ച്വേഷനിൽ അല്ലെങ്കിൽ ചെറിയൊരു ഡീവിയേഷനിൽ എൻ്റെ ആ ലക്ഷ്യം എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ആഴ്ചയിലാണ് ഞാൻ ടാർഗറ്റ് സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ആഴ്ച ഞാൻ ആ ടാർഗറ്റ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കത് വീണ്ടും അച്ചീവ് ചെയ്യണം എന്നൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ആ ലക്ഷ്യം നേടാനായിട്ട് ഞാൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്ലാൻസ് ഞാൻ ചേഞ്ച് ചെയ്യണോ, അതുപോലെ തന്നെ എൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഞാൻ ചേഞ്ച് വരുത്തണോ, അതോ എൻ്റെ ആക്ഷൻ പ്ലാനിൽ ചേഞ്ച് വരുത്തണോ എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാനായിട്ട് ഓരോ ആഴ്ച തോറുമുള്ള ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻ പ്ലാനിലാണോ, അതുപോലെ പ്ലാനിലാണോ, ആറ്റിറ്റ്യൂഡിലാണോ, അതോ എന്തിനാണ് നിങ്ങൾ ചേഞ്ച് വരുത്തി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നത് എന്ന് അറിയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ സജഷനുകൾ നിങ്ങൾ കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുവാണെങ്കിൽ എനിക്ക് ഇംപ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ള ലക്ഷ്യത്താലാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യാറുള്ള സ്ട്രാറ്റജി എന്തൊക്കെയാണെന്ന് കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുവാണെങ്കിൽ അതെനിക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ നമുക്ക് കമന്റുകൾ വായിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ആണല്ലോ. ഈ ആഴ്ച എനിക്ക് എന്തായാലും ഞാൻ എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളും എന്നെ സഹായിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതും ആ ടാർഗറ്റ് നിങ്ങൾ കൃത്യമായിട്ടുള്ള ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതെന്നും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ഹാർഡ് വർക്കുകളാണ് ചെയ്യുന്നതെന്നും അറിയാനായിട്ട് എനിക്ക് അതിയായ താല്പര്യമുണ്ട്. കമന്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നന്ദി.